നമസ്കാരം. മലയാളി വാർത്ത ഇൻഡെപ്തിലേക്ക് സ്വാഗതം. പെരുമ്പാവൂർ ജിഷ വധക്കേസ്. ഈ ഒരു കേസ് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല. കേരളത്തെ ഒന്നടങ്കം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച ഒരു പീഡന കൊലപാതക കേസാണ്. 2015-16 കാലഘട്ടത്തിൽ അന്നത്തെ കേരളത്തിന്റെ സർക്കാരിന്റെ പതനത്തിന് വഴിയൊരുക്കിയ ഒരു കേസ്. സർക്കാരിനെതിരെ ജനവികാരം ഉയരാൻ ആക്കം കൂട്ടിയതും പുതിയൊരു സർക്കാരിന് അധികാരത്തിൽ നിൽക്കാൻ വേണ്ടുന്ന പ്രചോദനമായിട്ടുള്ളതുമായിട്ടുള്ള ഒരു കേസാണ് അത്. അതായത് ഒരു പീഡന കേസ് കൊണ്ട് സർക്കാരിന്റെ ഭരണം തന്നെ വലിയ രീതിയിൽ മാറ്റങ്ങൾ സംഭവിച്ച ഒരു കേസ്. ആ ഒരു കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ വലിയ വിവാദമൊന്നുമില്ല എങ്കിൽ പോലും ഇപ്പോൾ ആ കേസിന് പിറകിൽ ഉണ്ടായിരുന്ന ആ കേസുമായി ബന്ധപ്പെട്ട് ജിഷയുടെ ആ അമ്മയെ കാണാനില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. മാധ്യമങ്ങൾ അധികമൊന്നും ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ പോലും ഗുരുതരമായിട്ടുള്ള വിഷയങ്ങളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പുറകിലുള്ളത്. അതായത് ജിഷയുടെ അമ്മയുടെ തിരോധാനം, അത് അവരെ പിടിച്ചു കൊണ്ടുപോയത് അല്ലെങ്കിൽ അവരെ ആരാണ് മറച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം, വലിയൊരു ചോദ്യം നിൽക്കുന്നുണ്ട്. ജിഷയുടെ ഘാതകർ തന്നെയാണോ ഇതിനു വേണ്ടി ഇപ്പോൾ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് എന്നടക്കമുള്ള സംശയങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഒന്നടക്കം ചർച്ചയായിട്ട് സംശയമായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുന്ന മണിക്കൂറുകളാണ് ഇപ്പോഴുള്ളത്. എന്തായാലും ഒരു സാധാരണ വീട്ടിൽ ജനിച്ച ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആകണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടെ എറണാകുളത്തെ ഗവൺമെന്റ് ലോ കോളേജിൽ പഠനം തുടരാൻ ആരംഭിച്ച ജിഷയാണ് 29-ാം വയസ്സിൽ അതിക്രൂരമായിട്ടുള്ള ബലാത്സംഗത്തിന് ഇരയാകുകയും കൊല്ലപ്പെടുകയും ചെയ്തത് എന്നത് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. 2016 ഏപ്രിൽ 28-ന് രാത്രി 8:30 തന്നെയാണ് ഈ മരണപ്പെട്ട ജിഷയെ അവരുടെ അമ്മ ഇവർ മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ കണ്ടെത്തുന്നത്. ആദ്യ ദിവസങ്ങളിൽ പോലീസിന്റെ അനാസ്ഥ മൂലവും മാധ്യമ ശ്രദ്ധ പതിയാത്തതിനാലും ഒക്കെ തന്നെ ഈ ഒരു കേസ് അധികമാരും ശ്രദ്ധിച്ചിരുന്നില്ല. നവമാധ്യമങ്ങളിൽ ജിഷയ്ക്ക് നീതിക്കായുള്ള ക്യാമ്പയിനുകൾ ശ്രദ്ധേയമായതോടെയാണ് ഈ ഒരു വിഷയം മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നതും പ്രധാനമായിട്ടുള്ള റിപ്പോർട്ടിലേക്ക് എത്തുന്നതും. കേരളത്തിലെ 14-ാം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഈ കൊലപാതകം വലിയ കോളിളക്കമുണ്ടാക്കിയതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചതാണ്. ജിഷ വധക്കേസിൽ കുറ്റക്കാരനെന്ന് തെളിഞ്ഞ പ്രതി അമീറുൽ ഇസ്ലാമിന് വധശിക്ഷ വിധിച്ച് ഇതോടുകൂടെ ഈ കേസ് അവസാനിച്ചു എന്നായിരുന്നു കരുതിയെങ്കിൽ അങ്ങനെയൊന്നുമല്ല. ഇതിന് പിറകിൽ ആരൊക്കെയുണ്ട് എന്നുള്ള സൂചനകൾ ഇപ്പോൾ വീണ്ടും പുറത്തുവരികയാണ്. മകൾ അതിദാരുണമായി ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടതിന് ശേഷം അനാഥമാക്കപ്പെട്ടത് ആ അമ്മയാണ് എന്നത് നമുക്കൊക്കെ അറിയാം. പല ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയും അമ്മ പിന്നീട് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. മകളുടെ കൊലയാളികളെ നീതിക്ക് മുന്നിൽ കൊണ്ടുവരാൻ അവർ പെട്ട പെടാപ്പാട് എന്താണ് എന്നതൊക്കെ നാം കണ്ടതാണ്. ഇന്ന് അവർ കിടക്കുന്നത് ഒരു തെരുവിലാണ് എന്നതടക്കമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. 2-3 നായ്ക്കളുടെ സഹായത്തോടുകൂടെ എറണാകുളം മറൈൻ ഡ്രൈവിന്റെ പരിസര പ്രദേശങ്ങളിലാണ് ജിഷയുടെ അമ്മ ഈ കഴിഞ്ഞ 9 വർഷത്തോളമായിട്ട്, അതായത് ജിഷ മരണപ്പെട്ടതിന് ശേഷം ജീവിച്ചു പോരുന്നത് എന്നുള്ളതാണ്. മറൈൻ ഡ്രൈവിന്റെ ഏതെങ്കിലുമൊക്കെ ഒരു മൂലയിൽ പോയി അവിടെ ഇരുന്ന് ഉറങ്ങുക പോലും ചെയ്യാതെ നേരം വെളുപ്പിക്കുന്ന രീതിയാണ് ഇപ്പോൾ ആ അമ്മയ്ക്കുള്ളത് എന്നാണ് ചില മാധ്യമങ്ങളിൽ നിന്നൊക്കെ ഈ അമ്മ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത്. തന്നെ കൊല്ലാൻ ആരോ ശ്രമിക്കുന്നുണ്ട്, അതായത് സ്വന്തം മകളെ കൊന്നു കഴിഞ്ഞു, ഇനിയും ആരോ തന്റെ കൊലപാതകത്തിന് വേണ്ടി നടക്കുന്നുണ്ട് എന്നതടക്കമുള്ള ഭയം ഇവരെ വല്ലാതെ അലട്ടുന്നുണ്ട് എന്നതാണ് ഇവർ പല മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴും നമുക്ക് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കൊലപാതക സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഇവർ പലപ്പോഴും താമസിക്കുന്നത് അല്ലെങ്കിൽ അന്തി തള്ളി നീക്കാൻ വേണ്ടി നിൽക്കുന്നത് പല CCTV അല്ലെങ്കിൽ പോലീസ് സാന്നിധ്യമൊക്കെയുള്ള സ്ഥലത്താണ് എന്നതാണ്. CCTVയുടെയും പോലീസ് സാന്നിധ്യവും ഒക്കെയുള്ള ഒരു പ്രദേശം തന്നെയാണ്, മറൈൻ ഡ്രൈവിന്റെ ഏരിയ തന്നെയാണ് പലപ്പോഴും ഇവർ ഇത്തരത്തിൽ രാത്രി സമയങ്ങൾ ചെലവിടാൻ വേണ്ടി എടുക്കാറുള്ളത്. കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുള്ള ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് അവർ തന്നെ പറയുന്നുണ്ട്, ഞാൻ ഈ CCTVയും പോലീസും ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ മാത്രമേ നിൽക്കാറുള്ളൂ, എനിക്ക് പേടിയാണ്, എന്നെ ആരോ ഉപദ്രവിക്കാൻ വരുമെന്നുള്ള പേടിയാണ്, അതുകൊണ്ട് താൻ രാത്രിയൊന്നും ഉറങ്ങാറില്ല. ഇങ്ങനെ ആർക്കെന്നു വേണ്ടിയില്ലാതെ ജനങ്ങളൊക്കെ തന്നെ ആട്ടിപ്പായിപ്പിക്കുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയത് കൊണ്ട് താനിപ്പോൾ ഇത്തരത്തിൽ ഒറ്റയ്ക്ക് അനാഥമാക്കപ്പെട്ട് ഈ റോഡരികിൽ ഉറങ്ങാൻ പോലും കഴിയാതെ തള്ളി നീക്കുകയാണ് ഓരോ ദിവസവും എന്നൊക്കെയാണ് ആ അമ്മ പറയുന്നത്. എന്തായാലും അവർ ഓരോ നേരവും കഴിച്ചു പോരുന്നത് എങ്ങനെയാണ് എന്നതൊക്കെ അവരുടെ ആ ഒരു വീഡിയോയിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കഴിഞ്ഞ ദിവസം ഇവരെ കാണാനില്ല എന്നുള്ള തരത്തിൽ മറ്റൊരു വീഡിയോ പുറത്തു വന്നു. 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങളാൽ ഇവർ അവിടെ മറൈൻ ഡ്രൈവിൽ തന്നെ ജോലി ചെയ്ത മറ്റൊരു സ്ത്രീയുമായിട്ട് സംസാരിക്കുകയും അവരുടെ വീട്ടിൽ പോയി ഒന്ന് കുളിച്ച് ശരിയായതിനു ശേഷം ആശുപത്രിയിലേക്ക് ആ സ്ത്രീയുടെ സഹായത്തോടെ പോയി എന്നാണ് പറയുന്നത്. പക്ഷേ ആശുപത്രിയിൽ ചികിത്സ തേടിയതിനു ശേഷം ആ സ്ത്രീ അല്ലെങ്കിൽ
ജിഷയുടെ അമ്മ എങ്ങോട്ടാണ് പോയത് എന്നതിനെ കുറിച്ച് ഇപ്പോൾ ആർക്കും തന്നെ യാതൊരു അറിവുമില്ല. ജിഷയുടെ അമ്മ എവിടെയാണ് എന്ന് അന്വേഷിക്കാൻ ആരും തന്നെ ഇല്ലാത്തത് കൊണ്ട് അവർ മിസ്സിംഗ് ആണ് എന്നുള്ള ഒരു കാര്യം ഇപ്പോൾ അധികൃതരും ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ ഇത് വലിയൊരു കൊലപാതകത്തിലേക്കോ അല്ലെങ്കിൽ കേസ് മറ്റൊരു രീതിയിലേക്ക് പോകാൻ പരിശോധനയ്ക്ക് വിധേയമാകാതിരിക്കാനുള്ള ഒരു തട്ടിക്കൊണ്ടുപോകലോ കൊലപാതക ശ്രമമോ ആകാനുള്ള സാധ്യതകളുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ജിഷയുടെ അമ്മയുടെ ഈ ഒരു അവസ്ഥയ്ക്ക് പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് മാധ്യമങ്ങളാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഇവരുടെ മരണത്തിന് ശേഷം, ജിഷയുടെ മരണത്തിന് ശേഷം പല തരത്തിൽ കോമാളി രീതിയിലൊക്കെയാണ് ഇവരെ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ഹാൻഡിൽ ചെയ്തിരുന്നത്. അവർ പറഞ്ഞ ചില വാക്കുകളൊക്കെ വലിയ രീതിയിൽ തമാശ രൂപേണ സമൂഹ മാധ്യമങ്ങളിലിട്ട് ഈ മാധ്യമങ്ങളൊക്കെ റീച്ച് കൂട്ടിയപ്പോൾ ഇല്ലാതായത് ഇവരുടെ ജീവിതം തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഇതേപോലത്തെ ഒരു വീഡിയോ കാണാനിടയായ, അതായത് TV90 കേരള എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ചാനൽ ഇവരോട് സംസാരിക്കുന്നതായിട്ടുള്ള ഒരു വീഡിയോയാണ് അവർ പങ്കുവച്ചത്. ഇവരെ കാണാനില്ല എന്നുള്ള ഒരു വ്യക്തത നൽകിയത് ഈ വീഡിയോ തന്നെയാണ്. പക്ഷേ ഇവിടെ ശരിക്കും വിരോധാഭാസമായിട്ട് തോന്നിയത് ഒരു മാധ്യമ പ്രവർത്തകർ ഒരിക്കലും ചെയ്തുകൂടാത്ത ഒരു കാര്യം, അതായത് സാധാരണക്കാരന്റെ ജീവിതം നശിപ്പിക്കാൻ പാടില്ലാത്ത രീതിയിൽ നമ്മൾ വീഡിയോ ചെയ്യണമെന്നുണ്ട്. നമ്മൾ ഒരാളുടെ ബൈറ്റ് എടുക്കാൻ അല്ലെങ്കിൽ ഒരാളുടെ വീഡിയോ പുറത്തു വിടണമെങ്കിൽ ആ എടുക്കുന്ന ആളുടെ സമ്മതം വേണമെന്നുണ്ട്. ഒരു തെറ്റുകാരനല്ലാത്ത അല്ലെങ്കിൽ തെറ്റുകാരനാണെന്ന് ഉറപ്പില്ലാത്ത ഒരു കാര്യം കൂടെ ആകുമ്പോൾ പ്രത്യേകിച്ച് അതിൽ കുറച്ചുകൂടെ ജാഗരൂകരാകണം. പക്ഷേ ജിഷയുടെ അമ്മയുടെ ബൈറ്റ്, ജിഷയുടെ അമ്മ എന്തിനാണ് ഈ രാത്രി ഈ റോഡിൽ നിൽക്കുന്നത്, എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ, ജിഷയ്ക്ക് എന്തായിരുന്നു സംഭവിച്ചതെന്ന് ഓർമ്മയുണ്ടോ എന്നൊക്കെ കേസുകളൊക്കെ തെളിയിക്കാനും കേസിന്റെ കൂടുതൽ വിവരങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയുമാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ ശ്രമിക്കുന്നത്. പക്ഷേ അവിടെ എനിക്ക് വിരോധാഭാസമായിട്ട് തോന്നിയത്, തുടക്കത്തിൽ തന്നെ ഈ അമ്മയോട് ഞാനൊരു മാധ്യമ പ്രവർത്തകനാണ്, ഞാൻ നിങ്ങളുടെ വീഡിയോ ഇതിനു മുമ്പ് എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു വന്നപ്പോൾ തന്നെ ആ അമ്മ ഭയപ്പെടുന്ന ഒരു കാര്യമുണ്ട്. അപ്പൊ അമ്മ പറയുന്നു, എനിക്ക് സംസാരിക്കാൻ താല്പര്യമുണ്ട്, പക്ഷെ ഇതൊന്നും വീഡിയോ റെക്കോർഡ് ചെയ്യാനോ പുറത്തുവിടാനോ താല്പര്യമില്ല, തനിക്ക് അതിനോട് ഭയമാണ്. ഇത്തരത്തിൽ പല വീഡിയോകളും പുറത്തു വിട്ടതിന്റെ ഭാഗമായിട്ടാണ് താനിപ്പോൾ ഇങ്ങനെ അനാഥനെ പോലെ ചോദിക്കാനും പറയാനും ആരുമില്ലാതെ പല സൈബർ ആക്രമണത്തിനും മറ്റുമല്ലാതെയും ഒക്കെയുള്ള എല്ലാവരുടെയും ശത്രുവായിട്ട് മാറാനുള്ള രീതിയിലേക്ക് തന്നെ എത്തിച്ചത് ഇത്തരത്തിലുള്ള മാധ്യമ റിപ്പോർട്ടുകളാണ്. അതുകൊണ്ട് താൻ പറയുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ റെക്കോർഡ് ചെയ്യാനോ അത് പബ്ലിഷ് ചെയ്യാനോ പാടില്ല എന്നുള്ള രീതിയിൽ അവർ തുടക്കത്തിൽ തന്നെ പലതവണ പ്രതികരിക്കുന്നു. അപ്പോൾ ഈ മാധ്യമ പ്രവർത്തകൻ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്, ഓക്കെ, ഞാൻ ഈ വീഡിയോ ഒന്നും റെക്കോർഡ് ചെയ്യുന്നില്ല എന്ന തരത്തിൽ ക്യാമറ ഓഫ് ചെയ്തു അല്ലെങ്കിൽ മൈക്ക് ഓഫ് ചെയ്തു എന്ന തരത്തിൽ ആ അമ്മയോട് വീണ്ടും വീണ്ടും സംസാരിക്കുകയും ആ അമ്മയുടെ അവസ്ഥകൾ വീണ്ടും വീണ്ടും ചൂഴ്ന്നെടുക്കുന്ന ഒരു രീതിയാണ് ആ വീഡിയോയിൽ പറയുന്നത്. എന്തായാലും ഇത്തരത്തിൽ ആ അമ്മയുടെ സമ്മതത്തോടെയല്ല ആ വീഡിയോ ചിത്രീകരിച്ചത് എന്നത് ആ അമ്മയുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. എങ്കിൽ പോലും ആ ഒരു വീഡിയോ പുറത്തു വന്നത് കൊണ്ട് തന്നെ ഇവർ പല കാര്യങ്ങളും പുറത്തു പറയാൻ ഭയപ്പെടുന്നുണ്ട്. ഗുരുതരമായിട്ടുള്ള വിഷയങ്ങൾ ഈ ജിഷ വധക്കേസുമായി ബന്ധപ്പെട്ട് ഈ അമ്മയ്ക്ക് പറയാനുണ്ട് എന്നത് ആ ഒരു വീഡിയോയിൽ നിന്ന് വ്യക്തമാക്കി തന്നെ പറയുന്നുണ്ട്. കാരണം അവർ മറ്റാരും കേൾക്കാനില്ല, തന്റെ സങ്കടങ്ങൾ മറ്റൊരാളോട് ഷെയർ ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ജിഷയുടെ അമ്മ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഓർമ്മയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ അവർ ആ ജിഷയുടെ കൊലപാതക സമയവുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ഒക്കെ പുറത്തുവിടുന്നുണ്ട്. അവരുടെ സംശയങ്ങൾ പുറത്തുവിടുന്നുണ്ട്. ആ സംശയങ്ങളിൽ ഏറ്റവും ഗുരുതരമായിട്ട് പറയുന്നത്, ചില പോലീസുകാർ മകൾ മരണപ്പെടുന്നതിന് മുമ്പ് തന്നെ തന്നെയും തന്റെ മകളെയും തന്റെ കുടുംബത്തെയും ഒക്കെ ടാർഗറ്റ് ചെയ്തിരുന്നു എന്ന തരത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പോ ആ ഒരു വിഷയത്തിലൊക്കെ നിരവധി സംശയങ്ങളുണ്ട്. ഇതിനു മുമ്പ് തന്നെ തന്റെ മകൾ മരണപ്പെടുന്നതിന് മുമ്പ് തന്നെ തന്റെ മകള് മറ്റൊരു കേസിൽ ഈ ജിഷയുടെ അമ്മ പോലീസിൽ പരാതി നൽകിയ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഈ അമ്മ സ്ഥലത്ത് നിന്ന് മാറി നിന്ന സമയത്ത് ഈ മകളെ വിളിച്ചു വരുത്തുകയും കാര്യങ്ങൾ അന്വേഷിക്കുകയും ഒരു രീതി പോലീസിനുണ്ടായിരുന്നു എന്നും പലപ്പോഴും പോലീസുകാരോട് പരാതി നൽകിയത് ഞാനാണ്, തന്റെ മകളെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിക്കരുത് എന്ന തരത്തിലുള്ള ആവശ്യങ്ങളൊക്കെ താൻ ഉന്നയിച്ചിരുന്നു എന്ന തരത്തിലൊക്കെ ഈ അമ്മ സംസാരിക്കുന്നുണ്ട്. എന്തായാലും ഗുരുതരമായിട്ടുള്ള നിരവധി വലിയ തെളിവുകൾ തന്നെയാണ് ഈ അമ്മ അല്ലെങ്കിൽ ആരോപണങ്ങൾ തന്നെയാണ് ഈ ഒരു ചാനലിലൂടെ ആ അമ്മ അറിഞ്ഞോ അറിയാതെയോ എന്തായാലും പുറത്തു വന്നിരിക്കുന്നത്. പക്ഷേ ഈ ഒരു പ്രതികരണം വന്നതോട് കൂടെ അല്ലെങ്കിൽ ആ ഒരു പ്രതികരണം അവരെടുത്തതിന് ശേഷം 2 ദിവസത്തിന് ശേഷം അങ്ങോട്ട് ഈ അമ്മയെ എവിടെയാണ് ഉള്ളത് എന്ന് കാണാതായിരിക്കുകയാണ് എന്നുള്ളതാണ്. ഒരു പക്ഷേ ഈ ഒരു വീഡിയോ, ഇത്തരത്തിലുള്ള വീഡിയോകൾ പുറത്തു വരുന്നത് തങ്ങൾക്ക്
എതിരായി മാറാനുള്ള സാധ്യതകളുണ്ട്. ഒരു പക്ഷേ ഈ അമ്മ വിടാതെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള നിരവധി പ്രസ്താവനകൾ ഇറക്കുമ്പോൾ അതൊരു പക്ഷേ ജിഷ വധക്കേസ് വീണ്ടും പുനരാരംഭിക്കാനുള്ള സാധ്യതകൾ വഴിയൊരുക്കുമെന്നുള്ള ഒരു പേടി ഒരു പക്ഷേ മറഞ്ഞു നിൽക്കുന്ന ആരിലോ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോയുടെ അവസാനത്തിൽ ഈ അമ്മ പറയുന്ന ഒരു കാര്യമുണ്ട്. തന്റെ മകളുടെ കേസുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ താൻ തീരുമാനിച്ചിട്ടുണ്ട്, താൻ അതുമായിട്ട് മുന്നോട്ട് പോകും എന്നൊക്കെയുള്ള ഒരു സൂചന കൂടെ നൽകിയിട്ടുണ്ട്. അതൊരു പക്ഷേ വീണ്ടും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ശക്തമായിട്ടുള്ള തെളിവുകൾ ആ അമ്മയ്ക്ക് പക്ഷമുണ്ടെങ്കിൽ ഇത് കേസ് അന്വേഷണം നടത്താനിരിക്കും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അന്വേഷണം നടക്കാതിരിക്കാൻ ഭയപ്പെടുന്ന ആരോ തന്നെ ഈ അമ്മയെ ഒളിപ്പിക്കുകയോ കൊലപാതകം അതുപോലുള്ള നിരവധി ഗുരുതരമായിട്ടുള്ള വിഷയങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. എന്തായാലും പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയവുമായി ഗുരുതരമായിട്ടുള്ള ശ്രദ്ധ ചെലുത്തേണ്ടുന്ന ഒരു സാഹചര്യമാണ്. അവരെവിടെയാണുള്ളത്, ഇനിയൊരു കൊലപാതക വാർത്തകളൊന്നും പുറത്തു വരാതെ അവരെ സുരക്ഷിതമായി കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കടമ്പ. കേസ് ലഭിക്കാത്ത പക്ഷം, അതായത് മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്യാത്ത പക്ഷം അത് പോലീസിനെ കൊണ്ട് എത്രമാത്രം പ്രാവർത്തികമാക്കാൻ സാധിക്കും എന്നതൊന്നും വ്യക്തതയില്ല. എങ്കിൽ പോലും ഈ ഒരു വിഷയം അങ്ങനെ നിസ്സാരമായി കളയേണ്ടുന്ന ഒന്നല്ല. കാരണം അവർ ആ മറൈൻ ഡ്രൈവിൽ അല്ലാതെ മറ്റൊരു സ്ഥലത്തും നിൽക്കാറില്ല എന്ന് അവർ തന്നെ പല സമയങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പെട്ടെന്ന് അവരെങ്ങോട്ട് പോയി എന്ന് യാതൊരു സൂചനയുമില്ലാതെ പെട്ടെന്ന് അവർ മാഞ്ഞു പോയത് അത് വലിയ ഗുരുതരമായിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ്. ഇതിന് പിറകിൽ വലിയ മറ്റു പല വിഷയങ്ങളും ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഇവരുടെ പ്രതികരണത്തിന് ശേഷം ഉണ്ടായിരിക്കുന്ന അവരെ കാണാതായി എന്നുള്ള വാർത്ത.